ഫ്ലൈറ്റിന്റെ സമയമായില്ല ഉണ്ണേട്ടാ. ചേട്ടനെ കണ്ടില്ല. വന്നല്ലോ പാർട്ടി. എന്താ താമസിച്ചത്? ആ ലെവൽ ക്രോസ് തുറക്കാൻ താമസിച്ചു. അയ്യോ സമയമായില്ല ചേട്ടാ. ടിക്കറ്റ് ഒക്കെ അല്ലേ? അല്ല വെയിറ്റിംഗ് ആണ്. ശരിയാക്കാം. അതാരുടെ വണ്ടി? അത് നമ്മുടെ നെയ്ബർ തോമസാ. പുള്ളിക്കാരൻ എയർപോർട്ടിലേക്ക്. നമ്മുടെ വണ്ടി വീട്ടിൽ കിടപ്പണം. താക്കോലിന്ന്. എന്തിന്? അല്ല നിനക്ക് എന്തെങ്കിലും അത്യാവശ്യം വന്നാൽ ഉപയോഗിക്കാലോ. നീ ഇല്ലല്ലോ, വിനെന്താ അത്യാവശ്യം? സാരമല്ല, എന്തെങ്കിലും ആവശ്യം വന്നാലോ. ഇരിക്കട്ടെ. അച്ഛനോട് അച്ഛാ അച്ഛാ ഞാൻ പോയിട്ടോട്ടെ. വിഷ് യു ഹാപ്പി ജേർണി ആൻഡ് ഗുഡ് ലക്ക്. താങ്ക് യു. അതെ. ഹലോ. ഉണ്ണേട്ടാ ഹോസ്പിറ്റലിൽ പോയില്ലേ? ഞാൻ അവനെ കത്തോണ്ടിരിക്കുകയല്ലായിരുന്നു. വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാ. ഇത് കഴിയില്ലേ? ഗോപി വന്നില്ല. കേട്ടുന്നു. കാപ്പി എടുക്കട്ടെ? അല്ല, പോയിട്ട് ധൃതിയുണ്ട്. കേട്ടു തുറന്നേ. വൈകുന്നേരം കാണാം. ഡോക്ടർ, ഉണ്ണിക്ക് ആക്സിഡന്റ് പറ്റി. ജോസഫ് ശക്തിയെടുത്തോ? വഴിന്ന് മാറിയിരിക്കണം. പ്ലീസ് എല്ലാവരും മാറിത്തരൂ. പ്ലീസ് പ്ലീസ്. ഡോക്ടർ, എന്റെ മോനെ ഒന്ന് കാണണം. വാട്ട് ഈസ് ഹിസ് പൊസിഷൻ? വണ്ടിയുടെ ബ്രേക്ക് പൊട്ടിയതുകൊണ്ട് വലിയ ആക്സിഡന്റ് ആണ് മിസ്റ്റർ ഉണ്ണിത്താൻ ഉണ്ടായത്. യു മസ്റ്റ് കൺട്രോൾ യുവർ സെൽഫ്. ഹീസ് ഇൻ എ ക്രിട്ടിക്കൽ സ്റ്റേജ്. ഹെഡ് ഇഞ്ചുറി. എനിക്ക് ഒരേ ഒരു മകനേ ഉള്ളൂ. പ്ലീസ് സേവ് മൈ സൺ. ഞാൻ നിങ്ങളെ കാല് പിടിക്കും. പ്ലീസ് പ്ലീസ് ഡോക്ടർ. വീടിന്റെ അടുത്ത മുറിയിലുണ്ട്. എനിക്ക് ഉണ്ണിട്ട് കാണണം. എനിക്ക് ഉണ്ണിട്ട് കാണണം. എനിക്ക് ഉണ്ണിട്ട് കാണണം. എനിക്ക് ഉണ്ണിട്ട് കണ്ടാ മതി. രാജി രാജി വെക്കരുത്. ഡോക്ടർ, രാജി
വലിയ അടുത്ത് മാറും. മോനെ, മോൻ പോയി കിടന്നു. അച്ഛൻ ഉറങ്ങില്ലേ? അതായത് കഴിച്ചു കിടന്നു. ഇവിടെ വെച്ചേക്കും. ഇപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ രാജ് 2 ആഴ്ച വീട്ടിൽ വന്ന് നിൽക്കുന്നതല്ലേ നല്ലത്. ഒന്ന് നോർമലായിട്ട് ഇങ്ങോട്ട് തിരിച്ചു കൊണ്ടുവരാം. ഞാനും അത് ആലോചിക്കുകയായിരുന്നു. അവിടെയാവുമ്പോൾ നിമ്മയും കൂടെ ഉണ്ടാവും. നാളെ രാവിലെ തന്നെ കൂട്ടിക്കൊണ്ടുപോയിക്കോളൂ.